നിങ്ങൾ കലാഭവനിൽ നല്ല പരിചയം, ഇതുപോലെ അതിന് മുമ്പ് ഒരു പരിചയമല്ലല്ലോ? അതിന് മുമ്പ് പരിചയമുണ്ട്. എങ്ങനെയാ അത്? ലാലായിട്ട് വളരെ പണ്ടേ പരിചയമുണ്ടല്ലോ. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചത്? ഞങ്ങൾ 6ാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് പഠിച്ചത്. അത് മാത്രമല്ല, ഞാൻ ഈ മറ്റ് മത്സരങ്ങൾ വിട്ട് ആദ്യമായിട്ടൊരു സ്റ്റേജ് പുറത്ത് ചെയ്യുന്നത് ലാലിന്റെ വീടിനടുത്തുള്ള കഴുന്ന്, നേരത്തെ പറഞ്ഞ പോലത്തെ ആ കഴുന്ന് പരിപാടി. അതാണ് ഫസ്റ്റ് സ്റ്റേജ് 75-ല്. അപ്പൊ ഇവര് തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല, ഇവര് തമ്മിൽ വലിയ അടുപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരു 79 or 80 എന്നെ പഠിപ്പിച്ച എൻ്റെ മാസ്റ്റർ, മഹാരാജ് കോളേജിലെ അധ്യാപകൻ, ഒരു പ്രോഗ്രാമിന് ചേരാനെല്ലാവരും എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പോൾ പറഞ്ഞു വേറെ 2 മിമിക്രിക്കാരും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ലാലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടിയില്ല, കാരണം ലാലിൻ്റെ പേര് അതല്ലല്ലോ, ശരിക്കുള്ള പേര് പോൾ മൈക്കിൾ എന്ന്. ചെന്നപ്പോൾ ഇവർ രണ്ടുപേരും, അപ്പോൾ സിദ്ദിഖിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ആരോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, അതല്ലാതെ നേരിട്ട് പരിചയമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ചെന്ന് 2 പ്രോഗ്രാം. അപ്പോൾ ഞാനിത് കണ്ടു. അപ്പോൾ ഇവരുടെ ഇരുമ്പ് മനുഷ്യന് ഞാൻ പറഞ്ഞു ഞാൻ ശബ്ദം കൊടുക്കാം. ഇരുമ്പ് മനുഷ്യന് വീഴാൻ നേരത്ത് നമ്മൾ എന്നുള്ള സൗണ്ട് കൊടുക്കാം, പശ്ചാത്തല സംഗീതം. ഞാൻ അങ്ങനെ ചേരാനെല്ലാവരാണ് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഐറ്റംസിനൊക്കെ എൻ്റെ വക സൗണ്ട് എടുക്കുന്ന ആരും ഇല്ല എന്നവിടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കലാഭവനിൽ ഞങ്ങളിങ്ങനെ മിമിക്സ് പരേഡ് എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു തുടക്കം വരികയും ഇങ്ങനെ 2 പേര് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ആബലശം പറഞ്ഞു പോളാശാൻ്റെ മോൻ വരുന്നുണ്ട്, അറിയുമെന്ന് ചോദിച്ചു. അപ്പോഴും എനിക്ക് പിടികിട്ടിയില്ല. പോൾ മാസ്റ്ററിനെ എനിക്കറിയില്ല, എൻ്റെ ഫാദറിനെ. പിന്നെയാണ് ഇവരാണെന്ന് അറിയുന്നതും. ഞങ്ങളെ ഒരു സ്റ്റേഡിയത്തിൽ വന്ന് ഞങ്ങളിരിക്കുന്ന ഐറ്റംസ് ഡിസ്കസ് ചെയ്യാറുണ്ട്.